ദാവൂദ് ഇബ്രാഹിമിനെയും ഇന്ത്യയിലെത്തിക്കൂ. സർക്കാരിനോട് ആവശ്യവുമായി ശിവസേന നേതാവ്. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ വിചാരണ നേരിടുന്ന പാക് വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ US സുപ്രീം കോടതി ശനിയാഴ്ച അനുമതി നൽകിയിരുന്നു. കീഴ്ക്കോടതി ഉത്തരവിനെതിരെ തഹാവൂർ റാണ നൽകിയ അപ്പീൽ തള്ളിയാണ് നിർണായക ഉത്തരവ്. റാണയെ കൈമാറാനുള്ള അനുമതി ലഭിച്ച വാർത്ത രാജ്യത്ത് വലിയ രീതിയിലാണ് സ്വീകരിക്കപ്പെട്ടത്. അമേരിക്കൻ കോടതി വിധി സ്വാഗതം ചെയ്ത വിവിധ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാജ്യത്തിന് പുറത്തുള്ള മറ്റു കുറ്റവാളികളെയും ഇന്ത്യയിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ദാവൂദ് ഇബ്രാഹിമിനെയും നീരവ് മോദിയെയും രാജ്യത്തിന് കൈമാറണമെന്ന ആവശ്യവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ശിവസേന നേതാവ്. ശിവസേന നേതാവും രാജ്യസഭാംഗവുമായ സഞ്ജയ് റാവുത്താണ് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിനെ ഉടൻ തന്നെ ഇന്ത്യക്ക് കൈമാറണമെന്ന ആവശ്യം ഉയർത്തിയത്. ഇവർക്ക് പുറമെ രാജ്യം തേടുന്ന കൊടും കുറ്റവാളികളെ ഉടൻ ഇന്ത്യയിലെത്തിക്കണമെന്നും സഞ്ജയ് റാവുത്ത് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതൊരു കോടതി പ്രക്രിയയാണ്. ഇത്തരം കോടതി നടപടികൾ ഇനിയും തുടരണം. വഞ്ചന, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നേരിടുന്ന നീരവ് മോദിയെ കൊണ്ടുവരണം. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെയും തിരികെ എത്തിക്കണം. ടൈഗർ മേമനെയും കൊണ്ടുവരണം. തിരികെ എത്തിക്കാനുള്ള പട്ടിക നീളുകയാണ്, സഞ്ജയ് റാവുത്ത് പറഞ്ഞു. നിരവധി കേസുകളിൽ പ്രതിയായ ദാവൂദ് പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ കുറ്റാരോപിതനായ നീരവ് മോദി ലണ്ടനിലുണ്ടെന്ന തരത്തിൽ മുമ്പ് വാർത്തകൾ വന്നിരുന്നു. 2008 നവംബർ 26-ന് 166 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന കുറ്റവാളിയാണ് തഹാവൂർ ഹുസൈൻ റാണ. കീഴ്ക്കോടതികളിലെ കേസുകളിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ US സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഇത് തള്ളിയതോടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാകും റാണയെ കൈമാറ്റം ചെയ്യുക.